എല്ലാവർക്കും സ്റ്റുഡൻസ് വേൾഡ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ യൂണിറ്റ് 1-ലെ ബീർബഹൂട്ടി എന്ന പാഠഭാഗമാണ്. യുവകവി പ്രഭാതിൻ്റെ ബീർബഹൂട്ടി എന്ന പാഠത്തിൻ്റെ പാർട്ട് 1 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതൊന്നുകൂടി എളുപ്പമാകുവാൻ വേണ്ടിയിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. എല്ലാവരും അതിൻ്റെ ഉത്തരം പറയാൻ ശ്രമിക്കുക. ക്വസ്റ്റ്യൻ 1, ബീർബഹൂട്ടി കിസ്കി കഹാനി ഹേ? ബീർബഹൂട്ടി ആരുടെ കഥയാണ്? ആരുടേതാണ്? യുവകവി പ്രഭാത് അല്ലേ? ബീർബഹൂട്ടി യുവകവി പ്രഭാത് കി കഹാനി ഹേ അല്ലേ? ഇനി അടുത്ത് നോക്കൂ. ബീർബഹൂട്ടി നാമക് കഹാനി മേ മുഖ്യ കഥാപാത്ര കോൻ കോൻ ഹേ? ബീർബഹൂട്ടി എന്നു പേരുള്ള കഥയിലെ മുഖ്യ കഥാപാത്രങ്ങൾ ആരെല്ലാമാണ്? ബേല ഔർ സാഹിൽ. ഉത്തരം പൂർണ്ണമായിട്ട് പറയുമ്പോൾ എങ്ങനെ പറയുക? ബീർബഹൂട്ടി നാമക് കഹാനി മേ മുഖ്യ കഥാപാത്ര ബേല ഔർ സാഹിൽ ഹേ. ഇനി മൂന്നാമത്തെ നോക്കൂ. ബീർബഹൂട്ടി की विशेषता क्या है? അല്ലെങ്കിൽ ബീർബഹൂട്ടി കൈസി ഹേ? എങ്ങനെയാണ് ബീർബഹൂട്ടി ഉള്ളത്? അല്ലെങ്കിൽ ബീർബഹൂട്ടിയുടെ വിശേഷത എന്താണ്? പ്രത്യേകത എന്താണ്? ബീർബഹൂട്ടി സുർഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെഡ് കളേർഡ് അല്ലേ? ചുവപ്പ്. പിന്നെ മുലായം എന്ന് പറഞ്ഞാൽ എന്താണ്? സോഫ്റ്റ് അല്ലെ? പിന്നെ എന്താ? ഗദ്ബതി എന്ന് പറഞ്ഞാൽ മൈൽഡ്, നേർമയുള്ള. അപ്പോൾ ബീർബഹൂട്ടി സുർഗ്, മുലായം ഔർ ഗദ്ബതി ഹേ. അടുത്ത് നോക്കൂ. ബേല ഔർ സാഹിൽ ദുക്കാൻ ക്യോം ഗയ? ബേലയും സാഹിലും കടയിലേക്ക് എന്തിനാണ് പോയത്? പൈൻമേം സ്യാഹി ഭർണയ്ക്കേലിയ അല്ലേ? പേനയിൽ മഷി നിറയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് ബേലയും സാഹിലും കടയിലേക്ക് പോയത്. അതെങ്ങനെ പറയാം? ബേല ഔർ സാഹിൽ പൈൻമേം സ്യാഹി ഭർണയ്ക്കേലിയെ ദുക്കാൻ ഗയ. ഇനി നമുക്ക് ഈ പാഠത്തിൻ്റെ പാർട്ട് 2 നോക്കാം. അതെവിടെ നിന്നാണ് തുടങ്ങുന്നത്? രാജസ്ഥാനിലെ ജയ്പൂരിലെ ഫുലേര ജംഗ്ഷനിലാണ് നമ്മുടെ സെക്കൻഡ് ഭാഗം ആരംഭിക്കുന്നത്. അതായത് ജയ്പൂരിൻ്റെ പ്രത്യേകത എന്താണ്? രാജസ്ഥാൻ്റെ തലസ്ഥാനമാണ്. ഇതിന് പിങ്ക് സിറ്റി എന്ന് പറയുന്നു. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഒരുപാട് വിശേഷതകളുണ്ട് രാജസ്ഥാനിന് അല്ലേ? അതുപോലെ എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയായിട്ടുള്ള താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. 1981 का साल राजस्थान में जयपुर के नज़दीक सवारी घाटियों और माल घाटियों से सदा भरा फुलेरा जंक्शन, कस्बे की लगभग सोनी तंग गलियों में खामोश खड़े बिजली के खंभों के बीच झिझी तारों की कतारें. इन गलियों में जहाँ तहाँ दिखाई पड़ते मीठी घंटियाँ बजाते फेरी वाले. एक अंधेरी सी गली में 6-7 गंधों की गुर्रों की टापों की आवाज़ें. उनके पीछे चलता एक बदन उखाड़े कुम्हार. इसी दृश्य के बीच से गुजरते हुए 2 स्कूली बच्चे, बेला और साहिल. उन दिनों पैन में 5 पैसे में नीली स्याही भरी जाती थी. स्टेशनरी की दुकान वाले प्रॉपर से पेन में स्याही भरते थे. നോക്കൂ. 1981 का साल, അതായത് വർഷം 1981. राजस्थान में जयपुर के नज़दीक सवारी गाड़ियों और माल गाड़ियों से सदा भरा फुलेरा जंक्शन. നസദീക് എന്ന് പറഞ്ഞാൽ നിയറസ്റ്റ്, ഏറ്റവും അടുത്ത്. സവാരി ഗാഡിയോ എന്ന് പറഞ്ഞാൽ എന്താണ്? യാത്രാ വണ്ടികൾ. അതുപോലെ മാൽഗാഡിയ എന്ന് പറഞ്ഞാൽ ഗൂഡ്സ്, അതായത് ചരക്ക് വണ്ടികൾ. ഭര എന്ന് പറഞ്ഞാൽ നിറഞ്ഞ. ഫുലേര ജംഗ്ഷൻ അപ്പോൾ എന്താണ്? രാജസ്ഥാനിലെ ജയ്പൂരിനടുത്ത് യാത്രാ വണ്ടികളാലും അതുപോലെ ചരക്ക് വണ്ടികളാലും നിറയപ്പെട്ട, അതായത് തിരക്ക് പിടിച്ച ഫുലേര ജംഗ്ഷൻ. അടുത്ത് നോക്കൂ. കസ്ബേക്ക് ലഗ്ഭഗ് സൂനി തങ്ക് ഗലിയ. കസ്ബെ എന്ന് പറഞ്ഞാൽ സ്മാൾ ടൗൺ, ചെറിയ
പട്ടണങ്ങൾ. സൂനി എന്ന് പറഞ്ഞതാണ് ഡെസേർട്ടഡ് എന്ന് പറഞ്ഞാൽ വിജനമായിട്ടുള്ള. തങ്ക് എന്ന് പറഞ്ഞതാണ് ഇടുങ്ങിയ, നേരോ. ഗലിയം എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റ്, തെരുവ്. അതുപോലെ ചെറിയ പട്ടണത്തിലെ ഏകദേശം വിജനമായതും അതുപോലെ ഇടുങ്ങിയതുമായിട്ടുള്ള തെരുവുകൾ. ഗലിയോമേം ഖാമോശ് ഖഡെ ബിജലി കെ ഖംബെ. ഗലിയോമേം എന്ന് പറഞ്ഞ തെരുവുകളിൽ, ഖാമോശ് എന്ന് പറഞ്ഞാൽ സൈലന്റ്, നിശബ്ദമായിട്ടുള്ള, ഖഡെ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ്, നിൽക്കുന്ന, ബിജലി കെ ഖംബെ ഇലക്ട്രിക് പോസ്റ്റ്, തെരുവുകളിൽ നിശബ്ദമായിട്ട് നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ. ഗംബോം കെ ബീച്ച്, ഇലക്ട്രിക് പോസ്റ്റുകളുടെ ഇടയ്ക്ക് ഗിഞ്ചി താരോം കി കഥാരൻ, വലിച്ചു നീട്ടിയിട്ടുള്ള എന്താണ് ഇലക്ട്രിക് കമ്പികളുടെ നിരകൾ. ഇൻ ഖലിയോമേം ഈ തെരുവുകളിൽ ജഹാം വഹാം ദിഖായി പടുത്തെ മീട്ടി ഗണ്ടിയം ബജാത്തെ ഫേരിവാലെ. ഫേരിവാല എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റി നടന്നിട്ട് കച്ചവടം നടത്തുന്ന ആളുകൾ. മീഠി ഖണ്ഡിയം എന്ന് പറഞ്ഞാൽ മധുരമുള്ള ബെല്ലുകൾ. അപ്പോൾ ഇൻ ഖലിയോമേം ജഹാം വഹാം ദിഖായി പടുത്തെ കാണപ്പെടുന്നു. എന്താണ് ഈ തെരുവുകളിൽ അവിടെയും ഇവിടെയുമായിട്ട് എന്താണ് കാണപ്പെടുന്നത്? മീട്ടി ഖണ്ഡിയം ബജാത്തെ, ഈ മധുരമായിട്ടുള്ള ബെല്ല് മുഴക്കുന്ന, ബജാത്തെ ഫേരിവാലെ അതായത് കച്ചവടം നടത്തുന്ന ആളുകൾ. एक अंधेरी सी गली में 6-7 गद्धों की, गुर्रों की, टापों की आवाजें. അന്തേരീസ് എന്ന് പറഞ്ഞാൽ രാത്രി പോലെ. ഖെലിമെ സ്ട്രീറ്റ് നമ്മൾ പഠിച്ചു. ഗദ്ധോം എന്ന് പറഞ്ഞാൽ ഡോങ്കി, കഴുതകൾ. ഗുറോ എന്ന് പറഞ്ഞാൽ ഹൂഫ്, കുളമ്പ്. ടാപ്പോ എന്ന് പറഞ്ഞാൽ ട്രാമ്പ് പറഞ്ഞാൽ എന്താണ്? കുളമ്പടി. ആവാസ്യം എന്ന് പറഞ്ഞാൽ സൗണ്ട്, ശബ്ദം. അപ്പോൾ വേറെ ഒരു പ്രത്യേകത എന്താണ് അവിടുത്തെ? ഈ കന്തേരിസി ഗലിമിൽ ഇരുട്ട് പരന്ന, ഇരുട്ട് പോലെയുള്ള ആ തെരുവിൽ 6-7 ഗദ്ദോം കി 6-7 കഴുതകളുടെ കുളമ്പടി ശബ്ദം. ഗുറോം കി ടാപ്പോം കി ആവാസം, അവരുടെ കുളമ്പടി ശബ്ദങ്ങൾ. പിന്നെന്താണ്? ഉൻകെ പീച്ചെ അതിന് പിറകിലായിട്ട് ചൽത്ത ഏക്ക് ബദൻ ഉഖാടെ കുംഹാർ. കുമാർ എന്ന് പറഞ്ഞാൽ പോട്ടർ, അതായത് കുശവൻ. ബദൻ എന്ന് പറഞ്ഞാൽ ബോഡി, ശരീരം. ഉഖാടെ എന്ന് പറഞ്ഞാൽ അൺകവർ, അതായത് ഷർട്ട് ഇടാത്ത എന്ന് പറയാം അല്ലേ. ഉൻകെ പീച്ചെ ചൽത്ത ഏക്ക് ബദൻ ഉഖാടെ കുംഹാ, അതായത് ഈ കഴുതകളുടെ കുളമ്പടി ശബ്ദത്തിന് പിറകെയായിട്ട് ഷർട്ട് ഇടാത്ത ഒരു കുശവൻ നടക്കുന്നുണ്ട്. അടുത്ത് നോക്കൂ. ഇസി ദൃശ്യക്ക് പീച്ചെ, ഈ ദൃശ്യത്തിന് പിറകിലായിട്ട് ഗുസർത്തെ, ഗുസർത്തെ എന്ന് പറഞ്ഞാൽ എൻ്റർ ചെയ്യുക, പ്രവേശിക്കുക. ദോ സ്കൂളി ബച്ചെ ബേല ഔർ സാഹിൽ, ഈ ദൃശ്യങ്ങൾക്കെല്ലാം പിറകിലായിട്ട് അല്ലെങ്കിൽ ഇതിന് ഇടയിൽ പ്രവേശിക്കുന്ന 2 സ്കൂൾ കുട്ടികൾ. ആരെല്ലാമാണ്? ബേല ഔർ സാഹിൽ, ബേലയും സാഹിലും. ഉൻ ദിനോ പെൻമേ 5 പൈസേ മേ നീലി സിയാഹി ബരി ജാത്തി ദി. ഉൻ ദിനോ എന്ന് പറഞ്ഞാൽ ആ ദിവസങ്ങളിൽ. പെൻമേം 5 പൈസേ മേ 5 പൈസയ്ക്ക്, നീലി സ്യാഹി നീലമഷി, ബരി ജാത്തിരി നിറച്ചു കൊടുത്തിരുന്നു. അതായത് ആ ദിവസങ്ങളിൽ അല്ലെങ്കിൽ അക്കാലത്ത് പെന്നിൽ 5 പൈസയ്ക്ക് നീലമഷി നിറച്ചു കൊടുത്തിരുന്നു. സ്റ്റേഷനറിക്ക് ദുക്കാൻ വാലെ, സ്റ്റേഷനറി കടക്കാരൻ അതായത് ഷോപ്പ് കീപ്പർ. ട്രോപ്പർ സെ, ട്രോപ്പർ കൊണ്ട് പെൻമേ സ്യാഹി ഭർത്തിയത്, ട്രോപ്പർ ഉപയോഗിച്ചിട്ട് പേനയിൽ മഷി നിറച്ചിരുന്നു. ഇതാണ് പാർട്ട് 2 കുറച്ച് നോക്കാം. ഇനി നമുക്ക് ഈ പാഠഭാഗത്ത് നിന്ന് കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ജയ്പൂർ കഹാം ഹേ, ജയ്പൂർ എവിടെയാണ്? ജയ്പൂർ രാജസ്ഥാൻ മേ ഹേ അല്ലേ, ജയ്പൂർ രാജസ്ഥാനിലാകുന്നു. അടുത്ത ചോദ്യം, ഫുലാര ജംഗ്ഷൻ കഹാം ഹേ, ഫുലാര ജംഗ്ഷൻ എവിടെയാണ്? ഫുലാര ജംഗ്ഷൻ രാജസ്ഥാൻ മേ ജയ്പൂർ കെ പാസ് ഹേ അല്ലേ, രാജസ്ഥാനിൽ ജയ്പൂരിൻ്റെ അടുത്താണ് ഫുലാര ജംഗ്ഷൻ. ഇനി അടുത്ത ചോദ്യം, ഗലിയോം മേ മീഠി ഗഡിയം ബജാത്തെ കോൻ ആത്തെ ഹേ, തെരുവുകളിൽ മധുരമായ ബെല്ലടിച്ചുകൊണ്ട് ആരാണ് വരുന്നത്? ആരാണ്? ഫേരിവാലെ അല്ലേ, ചുറ്റി നടന്ന് കച്ചവടം നടത്തുന്നവരാണ് വരുന്നത്. അടുത്തത്, ഫുലേര ജംഗ്ഷൻ കെ
इस दृश्य के पीछे അല്ലെങ്കിൽ इसके बीच में दो बच्चे प्रवेश करते हैं. രണ്ട് കുട്ടികൾ പ്രവേശിക്കുന്നു അല്ലേ? उसका नाम क्या क्या है അല്ലെങ്കിൽ वो कौन कौन है, അവർ ആരെല്ലാമാണ്? ആരെല്ലാമാണ്? ബേല और സാഹിൽ. അടുത്ത ചോദ്യം, ബേല और സാഹിൽ क्यों दुकान गया അല്ലേ? ബേലയും സാഹിലും എന്തിനാണ് കടയിലേക്ക് പോയത്? നമ്മൾ കഴിഞ്ഞ പാഠത്തിലും പഠിച്ചതാണ് അല്ലേ? പാർട്ട് 1 पेन में स्याही भरने के लिए अല്ലേ? पेन में स्याही भरने के लिए बेला और साहिल दुकान गया. किस रंग का स्याही भरने के लिए गया? ഏത് കളറുള്ള മഷി നിറയ്ക്കാനാണ് പോയത്? നീലി രംഗ് അല്ലേ? നീലി രംഗ് की स्याही भरने के लिए दुकान गया. നീല നിറത്തിലുള്ള മഷി നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കടയിലേക്ക് പോയത്. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. पेन में कुछ स्याही बची थी, उसे साहिल ने जमीन पर छिड़क दिया. नई स्याही भरवाने के लिए दोनों दुकान पर पहुंचे. एक पेन स्याही भर दो, साहिल से पहले ही बेला ने दुकान वाले से कहा. बेटा, स्याही की बोतल अभी अभी गाढ़ी हो गई है, अब तो कल ही मिल पाएगी. लेकिन इसने तो पेन में जो स्याही थी उसे भी जमीन पर छिड़क दिया. बेला बोली. पेन में कुछ स्याही भेजी दी, उसे साहिल ने जमीन पर छिड़क दिया. नई स्याही भरवाने के लिए दोनों दुकान पर पहुंचे. സ്യാഹി എന്ന് പറഞ്ഞാൽ ഇങ്ക് അല്ലേ? ഭജീദി എന്ന് പറഞ്ഞാൽ ടു റിമെയിൻ, അതായത് അവശേഷിച്ചിരുന്നു. അതുപോലെ ജിഡക് എന്ന് പറഞ്ഞാൽ ടു സ്പ്രിങ്കിൾ, തളിക്കുക. ജമീൻ തറയിൽ, ഫ്ലോർ. അപ്പോൾ പേനയിൽ കുറച്ച് മഷി ഉണ്ടായിരുന്നു, അത് സാഹിലിൽ എന്ത് ചെയ്തു? തറയിൽ തെളിച്ചു, അല്ലെങ്കിൽ തറയിൽ കളഞ്ഞു. നൈ സ്യാഹി ഭർവാനെ के लिए दोनों दुकान पर पहुंचे. നൈ സ്യാഹി എന്ന് പറഞ്ഞാൽ പുതിയ മഷി അല്ലേ? പുതിയ മഷി നിറയ്ക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കടയിൽ എത്തി. ഏക് പെൻ സ്യാഹി ഭർ ദോ, ഒരു പേനയിൽ മഷി നിറച്ചു തരൂ. സാഹിൽ സെ പഹലെ, സാഹിലിൻ്റെ മുന്നേ. ബേലാനെ ദുക്കാൻ വാലെ സെ കഹ, ബേല കടക്കാരനോട് പറഞ്ഞു. ബേട്ട, സ്യാഹി की बोतल अभी अभी गाली हो गई है, अब तो कल ही मिल पाएगी. ബേട്ട, മോനെ, ബോട്ടിൽ കുപ്പി, ഖാലി എംറ്റി, ശൂന്യമായി, അതായത് ഇല്ല. അതായത് ബേട്ട, സ്യാഹി की बोतल अभी अभी गाली हो गई है, മോനെ, മഷിക്കുപ്പി ഇപ്പം തീർന്നതേ ഉള്ളൂ. अब तो कल ही मिल पाएगी, ഇനി നാളെ കിട്ടുകയുള്ളൂ. लेकिन इसने तो पेन में जो स्याही की उसे भी ज़मीन पर झिड़क दिया. बेला बोली. लेकिन बट, എന്നാൽ इसने तो पेन में जो स्याही दी, എന്നാൽ പേനയിൽ കുറച്ച് മഷിയുണ്ടായിരുന്നു. ഉസേ ബി ജമീൻ പർ ജിടക് ദിയ, അത് ഇവൻ എന്തു ചെയ്തു? തറയിൽ കളഞ്ഞു. ബേലാനെ ബോലി, ബേല പറഞ്ഞു. ഇനി അടുത്ത് നോക്കൂ. बादल को देखकर घड़े को नहीं ठुलाना चाहिए, दुकान वाले भैया ने कहा और पूछा. कौन सी में पढ़ते हो? 5वीं में. साहिल ने ऐसे भारे मन से बताया जैसे 5वीं में पढ़ना पाप हो. दोनों दुकान वाले भैया ने कहा. हम दोनों, और हम दोनों का सेक्शन भी एक ही है. ए बेला ने ऐसे गुस्स होकर बताया जैसे ये कोई बहुत बड़ी बात हो. बादल को देखकर घड़े को नहीं ठुलाना चाहिए. बादल എന്ന് പറഞ്ഞാൽ മേഘം, ഘട എന്ന് പറഞ്ഞാൽ പോട്ട്, കുടം, ഠുലാന എന്ന് പറഞ്ഞാൽ ടു കോസ് ടു സ്ലോപ്പ്, ചെരിയുക അല്ലേ? മേഘത്തിനെ കണ്ടിട്ട് നമ്മുടെ കുടത്തിലുള്ള വെള്ളം കളയരുത് അല്ലേ? മഴ വരുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ കോരി അകത്ത് വെച്ചിട്ടുള്ള വെള്ളം കളയാൻ പാടുണ്ടോ? ഇല്ല. അതാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. ദുക്കാൻ വാലെ ഭയ്യാനെ കഹ, ദുക്കാൻ വാലെ ഭയ്യാനെ കഹ, ദുക്കാൻ വാല പറഞ്ഞു. അവർ പൂച്ച, എന്നിട്ട് ചോദിച്ചു, അവൻ കുട്ടിയോട് ചോദിച്ചു. കോൺസിമേ പഠിത്തോ, നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5वीं में, 5ാം ക്ലാസ്സിൽ. സാഹിലിനെ ഐസെ ബുരേ മനസ്സേ, ബുരേ മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മോശപ്പെട്ട രീതിയിൽ, ഒരു വിഷമം പോലെ. ബദായ് ജയ്സി 5वीं പഠന പാപ് ഹോ അല്ലേ? മഷി കിട്ടാത്ത കാരണം അവരാകെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ 5वीं में, 5ാം ക്ലാസ്സിൽ എന്ന് സന്തോഷത്തോടു കൂടിയല്ല പറഞ്ഞത്. എങ്ങനെയാണ് പറഞ്ഞത്? ഒരു 5वीं പക്ഷേ 5वीं में പഠന പാപ് ഹോ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് പാപമാണോ എന്ന ആ ഒരു ഭാവത്തോടു കൂടിയാണ് അവൻ എന്ത് പറഞ്ഞത്? ഞങ്ങൾ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്ന്
പറഞ്ഞത്. ദോനോ ദുക്കൻവാലെ ഭയ്യാനെ കഹ. ആ കടക്കാരൻ ചോദിച്ചു, രണ്ടുപേരും? ഹാം ദോനം, ആ ഞങ്ങൾ രണ്ടുപേരും. और हम दोनों का सेक्शन भी एक ही है. ए ഞങ്ങൾ രണ്ടുപേരുടെയും സെക്ഷൻ ഒന്ന് തന്നെയാണ്. ബേലാനെ ഐസെ ഗുഷ് ഹോക്കർ ബതായ. ബേല വളരെ സന്തോഷത്തോടു കൂടിയാണ് അതിന് മറുപടി പറഞ്ഞത്. ജേസെ യെ കോയി ബഹുത്ത് ബഡി ബാത് ഹോ. അതാണ് അത്ര വലിയ കാര്യം, ഞങ്ങൾ രണ്ടുപേരും സെക്ഷൻ എയിൽ തന്നെയാണ് പഠിക്കുന്നതെന്ന് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് പറഞ്ഞു. ഇനി നമുക്ക് നമ്മൾ പഠിച്ച ഭാഗത്തു നിന്ന് ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ പഠിക്കാം. അതായത് ഇത് പല പരീക്ഷയ്ക്കും പല പ്രാവശ്യം വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ബാദൽ കോ ദേഖ് കർ ഘടേ കോ നഹീം ഠുലാന ചാഹിയേ, ദുക്കൻദാർ നെ ഐസാ ക്യോം കഹ. അതായത് മേഘത്തെ കണ്ടിട്ട് കുടത്തിലെ വെള്ളം ചെരിക്കരുത് അല്ലെങ്കിൽ കളയരുത്. ദുക്കൻദാർ നെ ഐസാ ക്യോം കഹ. കടക്കാരൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? പറയാൻ പറ്റുമോ? ഒന്ന് ചിന്തിച്ച് എല്ലാവരും. സ്യാഹി ഭർനെ കെ ലിയേ സാഹിൽ ഔർ ബേല ദുക്കാൻ ഗയ. അല്ലേ, മഷി നിറയ്ക്കാൻ വേണ്ടിയിട്ട് സാഹിലും ബേലയും കടയിലേക്ക് പോയി. ദുക്കാൻ മേ സ്യാഹി നെഹീം ഹേ. അല്ലേ, കടയിൽ മഷി ഉണ്ടായിരുന്നില്ല. ലേക്കിൻ ബട്ട് പക്ഷേ ഇസ്കെ പഹലേ വ. ഇതിൻ്റെ മുന്നേ, ഈ പോകുന്നതിൻ്റെ മുമ്പ് തന്നെ വ പെൻസെ ബച്ച സ്യാഹി. പേനയിൽ അവശേഷിച്ചിരുന്ന മഷി ചിടക് ദിയാദ. എന്ത് ചെയ്തിരുന്നു? കുടഞ്ഞു കളഞ്ഞിരുന്നു. യേ ദേഖ് കർ ദുക്കാൻദാറിനെ കഹ. ഇത് കണ്ടിട്ടാണ് കടക്കാരൻ പറഞ്ഞത് എന്ത്? ബാദൽ കോ ദേഖ് കർ ഘടേക്കോ നഹീം ഠുലാന ചാഹി. അതായത് മേഘത്തെ കണ്ടിട്ട് കുടത്തിലെ വെള്ളം കളയരുത് അല്ലെങ്കിൽ ചെരിക്കരുത് എന്ന് പറഞ്ഞത്. അതായത് ഇതിൻ്റെ മീനിങ് എന്താ ശരിക്ക്? ഹം സോച്ച് കർ ഹരേ കാര്യ കർണ ചാഹി. നമ്മൾ വളരെ ചിന്തിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. ഇതാണ് ഇതിൻ്റെ മീനിങ്. ഇനി അടുത്ത് നോക്കൂ, അടുത്ത പാരഗ്രാഫ്. ക്ലാസ് में दोनों पास पास बैठते थे. कॉपी में काम करते तो दोनों कॉपी में काम करते थे. किताब पढ़ते तो दोनों किताब पढ़ते, बल्कि पाठ भी एक ही पढ़ते. साहिल चमककुड़ी सन 57 में वह तलवार पुरानी दी पढ़ता तो बेला भी चमककुड़ी सन 57 में वह तलवार पुरानी दी पढ़ती थी. അതായത് ബേലയും സാഹിലും ക്ലാസ്സിലും എങ്ങനെയായിരുന്നു? ക്ലാസ്മേം ദോനം പാസ് പാസ് ബൈഠത്തെ. ക്ലാസ്സിലും ഈ രണ്ട് കളിക്കൂട്ടുകാരും ഒപ്പമാണ് ഇരുന്നിരുന്നത്. അടുത്ത് നോക്കൂ. കോപ്പിമേ കാം കർത്തേത്തോ. കോപ്പിയിൽ എഴുതുകയാണെങ്കിൽ ദോനോ കോപ്പിമേം കാം കർത്തേത്തെ. രണ്ടുപേരും കോപ്പിയിൽ എഴുതുമായിരുന്നു. ഒരാൾ കോപ്പിയിൽ എഴുതാൻ തുടങ്ങിയാൽ മറ്റാളും കോപ്പിയിൽ എഴുതുമായിരുന്നു. അതുപോലെ എന്താണ്? കിതാബ് പഠിത്തേത്തോ. പുസ്തകം വായിക്കുകയാണെങ്കിൽ ദോനം കിതാബ് പഠിത്തേ. രണ്ടുപേരും ഒപ്പമാണ് പുസ്തകം വായിക്കുകയും ചെയ്യുക അല്ലെങ്കിൽ പഠിക്കുകയും ചെയ്യുക. ബൽഗി പാഠ് ബി ഏക് ഹി പഠിത്തേ. എന്നാൽ ഒരാൾ പാഠത്തിൻ്റെ ഈ ഭാഗം പഠിക്കുകയാണെങ്കിൽ സാഹിൽ ചമക്കുടി സൻ 57 മേം. അതായത് 57 തിളങ്ങിയിരുന്ന എന്താണ്? തൽവാർ പുരാനി ദി. 57 തിളങ്ങിയിരുന്ന വാൾ പഴയതായിരുന്നു. പഠിത്താത്തോ എന്ന ആ ഭാഗം ടെക്സ്റ്റ് ബുക്കിൽ വായിക്കുകയാണെങ്കിൽ ബേല എന്ത് ചെയ്തിരുന്നു? ബേല ബി ചമക്കുടി സൻ 57 മേ യ് തൽവാർ പുരാനി ദി പഠിത്തി ദി. അപ്പം സാഹിൽ എന്താണോ വായിക്കുന്നത് അത് തന്നെ നോക്കിയിട്ട് ആരും വായിക്കും? ബേലയും വായിക്കും. അതായത് ചമക്കുടി സൻ 57 മേ വ് തൽവാർ പുരാനി ദി എന്ന് സാഹിൽ വായിക്കുകയാണെങ്കിൽ, അതായത് 57 തിളങ്ങിയിരുന്ന വാള് പഴയതായിരുന്നു എന്ന് സാഹിൽ വായിക്കുകയാണെങ്കിൽ ബേലയും അത് തന്നെ വായിക്കും. എങ്ങനെ? 57 തിളങ്ങിയിരുന്ന വാള് പഴയതായിരുന്നു എന്ന്. അടുത്ത് നോക്കൂ. ബേല കാത്തിതി ബഹൻജി പാനി പീനെ ചലി ചാവും. അപ്പം ബേല ചോദിക്കും, ബഹൻജി അതായത് ചേച്ചി വെള്ളം കുടിക്കാൻ പോവട്ടെ. അല്ലേ, ചെറിയ കുട്ടികൾ ചോദിക്കില്ലേ, മൂത്രമൊഴിക്കാൻ പോവട്ടെ, വെള്ളം കുടിക്കാൻ പോവട്ടെ എന്നൊക്കെ ചോദിക്കൂലേ. അതുപോലെ ബേല ചോദിക്കുകയാണെങ്കിൽ സാഹിലും എന്ത് ചെയ്യും? സാഹിൽ ബി കാത്ത്. സാഹിലും ചോദിക്കും,
ബഹൻ ജി പാനി പീനെ ചലാ ജാവും, ചേച്ചി വെള്ളം കുടിക്കാൻ പോവട്ടെ എന്ന് അവനും ചോദിക്കും. ചമക്കുടി സൻ 57 में वो തൽവാർ പുരാനി थी എന്നത് ഹിന്ദിയിലെ പ്രസിദ്ധ കവയിത്രി സുഭദ്രകുമാരി ചൗഹാൻ്റെ ഝാൻസി കി റാണി എന്ന കവിതയിൽ നിന്നുള്ള വരികളാണ്. ഇതാണ് ബേലയും സാഹിലും വായിച്ചത്. ഇനി അടുത്ത് നോക്കൂ. गणित के माड साहब सुरेंद्र जी का पीरियड गेलघंडी के बाद आता था. बच्चे उनसे कामते थे और गेलघंडी बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते थे. ഇനി ഇതിൻ്റെ അർത്ഥം നോക്കൂ. ഗണിത് കെ മാഡ്സാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടീച്ചർ, അധ്യാപകൻ അല്ലേ. ഇതിന് ഹിന്ദിയിൽ ശിക്ഷക്, അധ്യാപക്, ഗുരു എന്നെല്ലാം പറയും അല്ലേ. മാഡ്സാബ്. ഗണിത് കെ മാഡ്സാബ്, ഗണിത് എന്ന് പറഞ്ഞാൽ മാത്സ്, കണക്ക്. അപ്പോൾ ഗണിത് കെ മാഡ്സാബ് സുരേന്ദർ ജി, കണക്കിൻ്റെ അധ്യാപകനായ സുരേന്ദർ ജി ക പീരീഡ് ഗേൽഘണ്ടിക്ക് ബാദ് ആത്താത. ഗേൽഘണ്ടി എന്ന് പറഞ്ഞാൽ PT പീരീഡ്. അപ്പോൾ PT പീരീഡിന് ശേഷമായിരുന്നു കണക്കധ്യാപകനായ സുരേന്ദർ സാറിൻ്റെ ക്ലാസ്. ബच्चे उनसे कामते थे. കാംറ്റ എന്ന് പറഞ്ഞാൽ ഷ്രിവർ, വിറയ്ക്കുക. അപ്പോൾ ബच्चे എന്ന് പറഞ്ഞാൽ കുട്ടികൾ. ബच्चे उनसे कामते थे, കുട്ടികളെല്ലാം അദ്ദേഹത്തെ കണ്ട് പേടിച്ച് വിറച്ചിരുന്നു. और ഗേൽഘണ്ടി ബന്ദ് ഹോനെ സെ 2 മിനിറ്റ് പഹലെ. ബന്ദ് ഹോന എന്ന് പറഞ്ഞാൽ അടയ്ക്കുക എന്നാണ്. ഇവിടെ എന്താ? ക്ലോസ് ചെയ്യുക, അതായത് കഴിയുന്നതിന് മുന്നേ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ആ പീരീഡ് കഴിയുക. बच्चे सब उनसे कामते थे और ഗേൽഘണ്ടി ബന്ദ് ഹോനെ സെ, PT പീരീഡ് കഴിയുന്നതിൻ്റെ 2 മിനിറ്റ് പഹലെ, 2 മിനിറ്റ് മുന്നേ തന്നെ അപ്നി അപ്നി ജഗഹോം പർ, തങ്ങളുടെ സ്ഥലങ്ങളിൽ ആക്കർ ബൈഠ് ജാത്തെ थे. PT പീരീഡ് കഴിയുന്നതിൻ്റെ 2 മിനിറ്റ് മുന്നേ സുരേന്ദ്ര സാറിൻ്റെ ക്ലാസ്സിൽ വന്നിട്ട്, അതായത് അദ്ദേഹത്തിന് പീരീഡായിരുന്നു അടുത്ത ക്ലാസ്സിൽ. അപ്പോൾ അദ്ദേഹത്തിന് ഇവർക്കെല്ലാം പേടിയായിരുന്നു. അത് കാരണം 2 മിനിറ്റ് മുന്നേ തന്നെ വന്നിട്ട് തങ്ങളുടെ സ്ഥലങ്ങളിൽ ഇരിക്കുമായിരുന്നു. सुरेंद्र जी माड साहब इसी पीरियड में कॉपी जांचते थे. सरासी गलती पर बच्चों को इधर उधर फेंक देते थे या झापट मारने लगते थे. उनका हाथ चलना शुरू होता तो रुकना भूल जाता था. तो सुरेंद्र जी माड साहब इसी पीरियड में कॉपी जांचते थे. സുരേന്ദർ ജി മാഡ് സാബ്, അതായത് സുരേന്ദർ സാറ് ഈ പീരീഡ് നോട്ട്ബുക്ക് പരിശോധിക്കുകയായിരുന്നു. ചാൻസ് എന്ന് പറഞ്ഞാൽ ടു ചെക്ക്, പരിശോധിക്കുക. സരാസി പറഞ്ഞാൽ അല്പം, ചെറിയ. ഗൽത്തി പർ, തെറ്റിന് പോലും. ബച്ചോക്കോ ഇതർ ഉദർ ഫേങ് ദേത്തേതെ, കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുമായിരുന്നു, തള്ളുമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുമായിരുന്നു. ഫേങ്കിനെന്ന് പറഞ്ഞാൽ എറിയുക എന്നാണ്. ഇവിടെ എന്താണ്? തള്ളുക എന്നാണ്. യച്ചാപ്പൺ മാറിനെ ലക്തിയത്, അല്ലെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അടിക്കുമായിരുന്നു. ഉൻക ഹാത്ത് ചലന ശുരു ഹോത്താത്ത, അദ്ദേഹത്തിൻ്റെ കൈ ഇളകാൻ തുടങ്ങിയാൽ, ചലിക്കാൻ തുടങ്ങിയാൽ, അതായത് അടിക്കാൻ തുടങ്ങിയാൽ രുക്കിന ഭൂൽ ജാത്താത, ഭൂലിന എന്ന് പറഞ്ഞാൽ മറക്കുക, അത് അടി നിർത്താൻ അദ്ദേഹം മറന്നു പോകുമായിരുന്നു. ഇനി ഇതുവരെയുള്ള പാഠഭാഗത്തു നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഗണിത് കെ അധ്യാപക നാം ക്യാ ഹെ, കണക്കിൻ്റെ അധ്യാപകൻ്റെ പേരെന്താണ്? സുരേന്ദർ ജി അല്ലേ. സുരേന്ദർ ജി കിസ് വിഷയക്ക് അധ്യാപക് ദേ, സുരേന്ദർ ജി ഏത് വിഷയത്തിൻ്റെ അധ്യാപകനായിരുന്നു? ഗണിത് കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, സുരേന്ദർ ജി കോ ദേക്കർ ബച്ചോന് ക്യാ കർത്തേ ദേ അല്ലേ. സുരേന്ദർ ജിയെ കാണുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യുമായിരുന്നു? കാംതേ ദേ അല്ലേ, ഷിവർ ചെയ്യുമായിരുന്നു, വിറയ്ക്കുമായിരുന്നു അല്ലേ. ഇനി അടുത്ത ഭാഗം നമുക്ക് നോക്കാം. एक दिन सुरेंद्र जी माड साहब ने बेला के बालों में पंजा फंसाया, पर शायद जिस गलती को पाकर वे उनके बाल पकड़कर फेंकने वाले थे वह गलती थी ही नहीं. उन्होंने बेला को जोड़ दिया. बेला के भयभीत चेहरे को देखकर साहिल बुरी तरह डर गया था. उसने देखा कि बेला के पाँव अभी भी काम रहे हैं, जैसे वे खड़े खड़े अभी गिर जाएगी. सुरेंद्र जी माड साहब ने कापी को उसके बैठने की जगह पर फेंकते हुए कहा, बैठ अपनी जगह पर. ഇതിൻ്റെ അർത്ഥം നോക്കൂ.
एक दिन സുരേന്ദർ ജി മാട്ട് സാബ് ने बेला के बालों में पंजा फंसाया. ഒരു ദിവസം സുരേന്ദർ ജി എന്ത് ചെയ്തു? ബേലാക്കെ ബാലോമേം, ബേലയുടെ മുടിയിൽ പഞ്ച ഫസായ എന്ന് പറഞ്ഞാൽ ടുപ്പുൾ അല്ലേ, മുടി പിടിച്ച് വലിച്ചു. पर शायद जिस गलती को पाकर वे उसके बाल പകഡ്കർ ഫേങ്കിനെ മാലേത്. പക്ഷേ എന്ത് തെറ്റ് കണ്ടിട്ടാണോ സുരേന്ദർജി അവളുടെ മുടി പിടിച്ച് വലിച്ചത്, വ ഗൽത്തി ദി ഹി നഹീം, അത് തെറ്റായിരുന്നില്ല, അതായത് അവളുടെ അടുത്ത് തെറ്റ് കണ്ടിട്ടായിരുന്നില്ല. ഉന്നോനെ ബേലാക്കോ ജോഡ് ദിയ, അവർ എന്ത് ചെയ്തു? അദ്ദേഹം ബേലയെ ഉപേക്ഷിച്ചു. ജോഡ് ദിയ എന്ന് പറയുന്നത് വിട്ടു. ബേലാക്കെ ബായ്ബി ചേഹരേക്കോ ദേക്കർ, ബേലയുടെ പേടിച്ചരണ്ട മുഖം കണ്ടിട്ട് സാഹിൽ ബുരി തര ഡർ ഗയത, സാഹിലും വളരെയധികം പേടിച്ചിരുന്നു. ഉസ്നെ ദേക്കാക്കി, അവർ കണ്ടു, കി എന്തെന്നാൽ ബേലാക്കെ പാവ്, ബേലയുടെ പാവ് എന്ന് പറഞ്ഞാൽ ലെഗ്, കാല്, അബി ബിക്കാം രഹേഹെ, ഇപ്പോഴും ഇങ്ങനെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ജേസെ ബെ ഘടേ ഘടേ അബി ഗിർ ജായേഗി, എന്തെന്നാൽ അവൾ നിൽക്കുന്നിടത്ത് നിന്ന് ഇങ്ങനെ വീഴാൻ പോകുന്ന പോലെ ഉണ്ടായിരുന്നു. സുരേന്ദർജി മാട്ട് സാബിനെ കോപ്പി കോ ഉസ്കെ बैठने की जगह पर फेंकते हुए कहा, സുരേന്ദർജി എന്ത് ചെയ്തു? അവളുടെ ബുക്ക് ഇരിക്കുന്ന സ്ഥലത്തേക്ക് എറിഞ്ഞുകൊണ്ട് പറഞ്ഞു, ബൈഠ് അപ്നി ജഗ പർ, നീ പോയി നിന്റെ സ്ഥലത്തിരിക്കുന്ന പറഞ്ഞു. ഇനി ഈ ഭാഗത്തു നിന്ന് കുറച്ച് ചോദ്യം ചോദിക്കാം. ഏക് ദിൻ സുരേന്ദർജി മാട്ട് സാബിനെ ബേല കോ ക്യാ കിയ, ഒരു ദിവസം സുരേന്ദർജി മാട്ട് സാബ് ബേലയെ എന്താണ് ചെയ്തത്? ബേലക്കെ ബാലോമേം പഞ്ച ഫസായ, അല്ലേ, അവളുടെ മുടി പിടിച്ച് വലിച്ചു അല്ലേ. बेला का मन बहुत खराब हो गया. माट साहब चाहे मुझे पीट लेते मगर साहिल के सामने नहीं. वह साहिल के सामने खुद को शर्मिंदा महसूस कर रही थी क्योंकि वह जानती थी कि वह साहिल की नज़र में बहुत अच्छी है. जब वह उसके पास आकर बैठी उसे नज़र नहीं मिला पाई. बेला का मन बहुत खराब हो गया. ഖരാബ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ടു ഫീൽ സാഡ് അല്ലേ. ബേലയുടെ മനസ്സ് വളരെയധികം വിഷമിച്ചു. മാട്ട് സാബ് ചാഹെ മുझे പീഡ് ലേത്തെ, സാറ് എന്നെ പീഡ് ലേത്തെ എന്ന് പറഞ്ഞാൽ അടിക്കുക, ടു ബീറ്റ്. മാട്ട് സാബ് സാറ് എന്നെ അടിച്ചോട്ടെ. മഗ സാഹിൽ കെ സാമനെ നഹീം, പക്ഷെ അത് സാഹിലിൻ്റെ മുന്നിൽ വെച്ച് വേണ്ടിയിരുന്നില്ല. വ സാഹിൽ കെ സാമനെ, അവൾ സാഹിലിൻ്റെ മുന്നിൽ ഖുദ് കോ ശർമിത മഹസൂസ് കർ രഹി थी, അതായത് അവൻ്റെ മുന്നിൽ അവൾക്ക് വളരെയധികം നാണം തോന്നി, ഷൈനസ് തോന്നി അല്ലേ. ശർമിത എന്ന് പറഞ്ഞാൽ ഷൈനസ്, മഹസൂസ് എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ്, വളരെയധികം നാണം അനുഭവപ്പെട്ടു. ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ വ ജാൻതി, അവൾക്ക് അറിയാമായിരുന്നു, കി എന്തെന്നാൽ വ സാഹിൽ കി നസർ മേ ബഹുത്ത് അച്ചി ഹേ, സാഹിലിൻ്റെ നോട്ടത്തിൽ അല്ലെങ്കിൽ സാഹിലിൻ്റെ ദൃഷ്ടിയിൽ അവൾ വളരെ നല്ലൊരു കുട്ടിയാണെന്ന് അവൾക്കറിയാം. അതുകൊണ്ടാണ് അവൾക്കിവിടെ ഷൈനസ് തോന്നിയത്. ജബ് ഉസ്കെ പാസ് ആക്കർ ബൈട്ടി, എപ്പോഴാണോ അവൾ അവൻ്റെ അടുത്ത് വന്നിരുന്നത്, ഉസ്സെ നസർ നഹീം മില പായി, അത് അപ്പോൾ വന്നിരുന്നപ്പോൾ അവനെ തീരെ ശ്രദ്ധിച്ചില്ല, അവനെ നോക്കാതെ അവൻ്റെ അടുത്ത് വന്ന് ഇരുന്നു. दीपावली की छुट्टियों के बाद जब स्कूल खुला तो बेला के सिर पर सफ़ेद पट्टी बांधी थी. कोई उसे होय 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 सफ़ेद पट्टी कह रहा था, तो कोई सुल्ताना टाकू, तो कोई कुछ कहकर चिढ़ा रहा था. दीपावली की छुट्टियों के बाद, छुट्टियों എന്ന് പറഞ്ഞാൽ ഹോളിഡേയ്സ്, കെ ബാദ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ, ജബ് എപ്പോഴാണോ, ഖുലാത്തോ ഓപ്പൺ, സഫേദ് വൈറ്റ്, പട്ടി ബാൻഡേജ്, ബാന്തി ടൈഡ്. അപ്പോൾ ദീപാവലിക്ക് ചുട്ടിയോക്കെ ബാദ്, ദീപാവലിയുടെ അവധിക്ക് ശേഷം, ജബ് സ്കൂൾ ഖുലാത്തോ എപ്പോഴാണ് സ്കൂൾ തുറന്നത്, ബേലാക്കെ സിർപ്പർ ബേലയുടെ തലയിൽ, സഫേദ് പട്ടി ബാന്തിതി അവളുടെ തലയിൽ വെള്ള ബാൻഡേജ് കെട്ടിയിരുന്നു. കോയ് ഉസെ ആരോ അവളെ ഹോയ് ഹോയ് സഫേദ് പട്ടി കേ രഹാദ, ഹോയ് ഹോയ് സഫേദ് ബാൻഡേജ് എന്ന് പറഞ്ഞ് അവളെ കളിയാക്കിയിരുന്നു. തോ കോയ് കുറച്ച് പേര് സുൽത്താന ടാക്കു എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂൻ ഓഫ് തീവ്സ് അല്ലേ, കൊള്ളക്കാരുടെ രാജ്ഞി എന്ന് പറഞ്ഞ് ചിഡാരഹാദ, എന്നിട്ട് ചിഡാരഹ എന്ന് പറഞ്ഞാൽ ടു ലാഫ് അറ്റ് അല്ലേ, പരിഹസിച്ച് ചിരിച്ചിരുന്നു. അപ്പോൾ ഈ പാരഗ്രാഫിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം. ദീപാവലിക്ക് छुट्टियों के बाद स्कूल खुला तो बेला के सिर पर क्या हुआ?
ദീപാവലിയുടെ അവധിക്ക് ശേഷം സ്കൂൾ തുറന്നപ്പോൾ ബേലയുടെ തലയിൽ എന്താണ് സംഭവിച്ചത്? एक സഫേദ് പട്ടി ബാന്തി അല്ലേ, തലയുടെ മുകളിൽ ഒരു വെള്ള ബാൻഡേജ് ഇട്ടിരുന്നു. ബേലക്കോ ക്യാ ക്യാ കേക്കർ ചിടാ രഹാദ, എന്തെല്ലാം പറഞ്ഞാണ് അവളെ പരിഹസിച്ച് ചിരിച്ചിരുന്നത്? ഹോയ് ഹോയ് സഫേദ് പട്ടി അല്ലേ, ഹോയ് ഹോയ് സഫേദ് ബാൻഡേജ്, വെള്ള ബാൻഡേജ്, അല്ലെങ്കിൽ സുൽത്താന ടാക്കു അല്ലേ, കൊള്ളക്കാരുടെ രാജ്ഞി എന്ന് പറഞ്ഞാണ് ചിടാ രഹാദ അവളെ കളിയാക്കി ചിരിച്ചിരുന്നത്. ये क्या हो गया बेला, साहिल ने परेशान होते हुए पूछा. चत्ते से गिर गई, बेला ने हंसते हुए कहा. और कहा बहुत दिन हो गए, आज घेलखंडी में गांधी चौक में लंगड़ी टांग घेलेंगे. नहीं घेलेंगे, तेरे सिर में फिर से लग जाएगी तो. नहीं लगेगी, बेला ने जिद की. और वे हमेशा की तरह सारे बच्चों के साथ गांधी चौक की बालों में पूरी घेलखंडी लंगड़ी टांग खेले. इन बच्चों को अपने चारों ओर घेरते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही हो. ये क्या हो गया बेला, साहिल ने परेशान होते हुए कहा. പരേശാൻ എന്ന് പറഞ്ഞാൽ ട്രബിൾഡ് അല്ലേ, വിഷമിച്ചുകൊണ്ട് പരിഭ്രമിച്ചുകൊണ്ട്. ये क्या हो गया बेला, അതെന്താ പറ്റിയത് ബേല? സാഹിലിനെ പരേശാൻ ഹോത്തെ ഹുയെ പൂച്ച, പൂച്ച എന്ന് പറഞ്ഞാൽ ആസ്ക് ചോദിച്ചു അല്ലേ, ആകെ വിഷമിച്ചുകൊണ്ട് ചോദിച്ചു എന്താ പറ്റിയത് നിനക്ക് ബേല? ചത്തേ സെ ഗിർഗൈ, ചത്തേ എന്ന് പറഞ്ഞാൽ റൂഫ് മേൽക്കൂര അല്ലേ, ഗിർഗൈ എന്ന് പറഞ്ഞാൽ ഫെൽ ഡൗൺ. ചത്തേ സെ ഗിർഗൈ മേൽക്കൂരയിൽ നിന്ന് വീണു. ബേലാനെ ഹസ്തേ ഹുയെ കഹ, ഹസ്തേ ഹുയെ എന്ന് പറഞ്ഞാൽ ചിരിച്ചുകൊണ്ട് അല്ലേ, ബേലാനെ ഹസ്തേ ഹുയെ കഹ, ബേല ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ മേൽക്കൂരയിൽ നിന്ന് വീണു. അവർ കഹ എന്നിട്ട് പറഞ്ഞു ബഹുത്ത് ദിൻ ഹോ ഗയെ, കുറേ ദിവസങ്ങളായില്ലേ, ആജ് ഖേൽഖണ്ഡി മേ ഗാന്ധി ചൗക്ക് മേ ലംഗടി ടാങ് ഖേലേങ്കെ, ഇന്ന് നമുക്ക് ആജ് എന്ന് പറഞ്ഞാൽ ടുഡേ ഇന്ന്, ഖേൽഖണ്ഡി മേ നമ്മുടെ PT പീരീഡിൽ, ഗാന്ധി ചൗക്ക് മേ ഗാന്ധി ചൗക്കിൽ ലംഗടി ടാങ് ഖേലേങ്കെ, ലംഗടി ഖേൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒറ്റക്കാലിലുള്ള ചാട്ടം ഉണ്ടല്ലോ അതിനാണ് ലംഗടി ടാങ്ക് എന്ന് പറയാം. ഇന്ന് നമുക്ക് കുറേ ദിവസമായില്ലേ നമ്മൾ കളിച്ചിട്ട്, അതുകൊണ്ട് ഇന്ന് നമുക്ക് PT പീരീഡ് ഗാന്ധി ചൗക്കിലുള്ള ആ പാർക്കിൽ പോയിട്ട് എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്, ഒറ്റക്കാലിൽ ചാട്ടം കളിക്കാം. നെഹിങ്കേലെങ്കെ തേരെ സിർമേ ഫിർസെ ലഗ് ജായെങ്കി തോ, നെഹിങ്കേൽ ഇല്ലല്ല വേണ്ട വേണ്ട, തേരെ സിർമേ നിൻ്റെ തലയിൽ, സിർ എന്ന് പറഞ്ഞാൽ ഹെഡ് തല, നിൻ്റെ തലയിൽ ഫിർസെ ലഗ് ജായെങ്കി തോ, നിൻ്റെ മുറിവ് വീണ്ടും വലുതാവും, അത് കൂടും, അതുകൊണ്ട് വേണ്ട വേണ്ട കളിക്കേണ്ട എന്ന് പറഞ്ഞു. നെഹിങ് ലഗേഗി, ഒന്നുമില്ല ഒരു പ്രശ്നവുമില്ല. ബേലാനെ ജിദ് കി എന്ന് പറഞ്ഞാൽ ഒബ്സ്റ്റിനൻസി അല്ലേ, ഒപ്റ്റിനസി എന്ന് പറഞ്ഞാൽ എന്താണ്, ശാഠ്യം. ബേല ശാഠ്യം പിടിച്ചു. और वे हमेशा की तरह सारे बच्चों के साथ गांधी चौक की बालों में पूरी खेलखंडी ലംഘടി ടാങ് ഖേലെ, അതുകൊണ്ട് അവരെന്താ ചെയ്തത്, ഹമേശയ്ക്ക് തര എന്നത്തെയും പോലെ സാര ബച്ചോം കെ സാത്ത് എല്ലാ കുട്ടികളുടെയും കൂടെ ഗാന്ധി ചൗക്ക് കി ബാലു എന്ന് പറഞ്ഞാൽ സാൻഡ് മണൽ, എന്നാൽ ഭാലു എന്ന് പറഞ്ഞാൽ ബെയർ കരടി. അപ്പോൾ ഗാന്ധി ചൗക്കിലുള്ള ആ മണലിൽ പൂരി ഖേൽഖണ്ഡി ലംഗടി ടാങ് ഖേലെ, ആ PT പീരീഡ് മുഴുവനും അവർ ആ ഒറ്റക്കാലിൽ ചാട്ടം കളിച്ചു. ഇൻ ബച്ചോം കോ അപ്നെ ചാരം ഓർ ഖേൽത്തെ ദേക്കർ, ബച്ചോം കോ അപ്നെ ചാരം ഓർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോർ സൈഡ് അവരുടെ ചുറ്റും ഈ കുട്ടികൾ കളിക്കുന്നത് നോക്കിയിട്ട് ഗാന്ധിജിക്ക് മൂർത്തി എന്ന് പറഞ്ഞാൽ സ്റ്റാച്ചു അല്ലേ, ഗാന്ധിജിയുടെ ആ പ്രതിമ ഐസി ദിഖായിപ്പെടുത്തി, അവർക്ക് ഇങ്ങനെ കാണപ്പെട്ടു. എങ്ങനെ, അവർ സമയസെ കുച്ച് അധിക് മുസ്കുര രഹി, പതിവിലും ചിരിച്ചുകൊണ്ടായിരുന്നു ഗാന്ധിജിയുടെ പ്രതിമ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് പതിവിലും കൂടുതൽ നന്നായി ചിരിക്കുന്നത് പോലെ കുട്ടികൾക്ക് അനുഭവപ്പെട്ടു. ഇനി നോക്കൂ, ഇതിലൊരു ചോദ്യം തന്നിട്ടുണ്ട്. ഇൻ ബച്ചോക്കോ അപ്നെ ചാരം ഓർ ഗേൽത്തെ ദേക്കർ ഗാന്ധിജി की मूर्ति ऐसी दिखाई पड़ती जैसी और समय के कुछ अधिक मुस्कुरा रही हो, इसका मतलब क्या है? അതായത് ഈ കുട്ടികൾ തൻ്റെ ചുറ്റും കളിക്കുന്നത് കണ്ടിട്ട് ഗാന്ധിജിയുടെ പ്രതിമ എന്നത്തേക്കാളും കൂടുതൽ പുഞ്ചിരിക്കുന്നത് പോലെ കാണപ്പെട്ടു. ഇതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ ഉത്തരം പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഒന്ന് നോക്കൂ. അതായത് ബച്ചോക്കോ അപ്നെ ചാരോം ഓർ ഗേൽത്തെ ദേക്കർ ഗാന്ധിജിക്ക് മൂർത്തി ഐസി ദിഖായി പടുത്തി ഹേ, അതായത് കുട്ടികൾ തൻ്റെ ചുറ്റും കളിക്കുന്നത് കണ്ടിട്ട് ഗാന്ധിജിയുടെ പ്രതിമ ഇപ്രകാരം ആയിരുന്നു അല്ലേ. എന്തായിരുന്നു? ഗാന്ധിജിയുടെ പ്രതിമ എപ്പോഴും എങ്ങനെയായിരുന്നു? ചിരിച്ചുകൊണ്ടായിരുന്നു അല്ലേ. കാരണം എന്തായിരുന്നു?
ബാപ്പുജി ബച്ചോങ്കോ ബഹുത്ത് പ്യാർ കർത്തേതേ അല്ലേ, ബാപ്പുജിക്ക് കുട്ടികളെ വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് കുട്ടികളുടെ ആ പാർക്കിലുണ്ടായിരുന്ന ഗാന്ധിജിയുടെ പ്രതിമയും ചിരിച്ചുകൊണ്ട് ആയിരുന്നത്. ഗാന്ധിജിക്ക് ചേഹ്രമേ സദാ മുസ്കുരാഹട്ട് ഹെ അല്ലേ, എപ്പോഴും ചിരിച്ചുകൊണ്ടായിരുന്നു ആരുടെ മുഖം? ഗാന്ധിജിയുടെ മുഖം. ഇൻ ബച്ചോങ്കി ഖുഷി ദേഖ് കർ ഗാന്ധിജിക്ക് മൂർത്തി ബി ഖുഷ് ഹോ ഗയി ഹോഗി. അപ്പോൾ കുട്ടികൾക്ക് ആ പി ടി പീരീഡ് മുഴുവനും കളിക്കാൻ കിട്ടിയപ്പോൾ അവർക്ക് എന്താ വളരെ സന്തോഷമായി അല്ലേ. അപ്പോൾ കുട്ടികളെ ഇഷ്ടമുള്ള ഗാന്ധിജിയുടെ മുഖവും കുട്ടികളുടെ സന്തോഷം കണ്ടിട്ട് കൂടുതൽ സന്തോഷമുള്ളതായിട്ട് കാണപ്പെട്ടു. അടുത്ത ഭാഗം നോക്കൂ. रविवार का दिन था. साहिल अपने घर में नीम के पेड़ की टाली पकड़कर चूम रहा था. वे एक स्टूल पर चढ़कर झूलता था. अचानक टूटे स्टूल की एक कील साहिल की पिटली में लग गई. 1 इंच गहरा गड्ढा हो गया. ഇനി ഇതിൻ്റെ അർത്ഥം നോക്കൂ. രവിവാർ കാ ദിന്ത, അതായത് ഞായറാഴ്ചയായിരുന്നു. രവിവാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞായറാഴ്ച. ഞായറാഴ്ചയുടെ വേറൊരു വാക്കാണ് ഇത്തുവാർ അല്ലേ. അടുത്ത് നോക്കൂ. സാഹിൽ അപ്നെ ഗർമേം, സാഹിൽ തൻ്റെ വീട്ടിൽ നീം കെ പേടിക്ക്, നീം കെ പേട് എന്ന് പറഞ്ഞാൽ നീം നമ്മളെന്താ പറയുക, ആര്യവേപ്പ് അല്ലേ, ആര്യവേപ്പിൻ്റെ മരത്തിൽ, പേടിക്ക് ഠാലിമേം അതിൻ്റെ കൊമ്പിൽ ബ്രാഞ്ചിൽ, പകഡ്കർ പിടിച്ചിട്ട്, ചൂം രഹാദ, ചൂം രഹാദ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വിങ്ങിങ് അല്ലേ, ഇങ്ങനെ ഊഞ്ഞാലാടുന്ന പോലെ മരക്കൊമ്പിലൊക്കെ പിടിച്ച് ആടാറില്ലേ, അതുപോലെ തൻ്റെ വീട്ടിൻ്റെ മുറ്റത്തുള്ള ആര്യവേപ്പിൻ്റെ മരത്തിലെ ആ കൊമ്പിൽ പിടിച്ച് ഇങ്ങനെ സ്വിങ്ങിങ് ചെയ്യുകയായിരുന്നു, ഇങ്ങനെ ആടുകയായിരുന്നു. വ ഏക് സ്റ്റൂൾ പർ ചടുക്കർ ചൂൾത്താത, അവൻ ഒരു സ്റ്റൂളിൽ കയറിയിട്ടാണ് ഇങ്ങനെ ആടിയിരുന്നത്. അചാനക് സഡൻലി ടൂറ്റേ സ്റ്റൂൾ കി ഏക്ക് കീൽ, ഈ പൊട്ടിയ സ്റ്റൂളിൻ്റെ ഒരു കീൽ, കീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആണി എന്ന് പറയുന്നത് നമ്മൾ നെയിൽ, അതിനാണ് കീൽ എന്ന് പറയുക. സാഹിൽ കി പിൻഡലിമേ, പിൻഡലി എന്ന് പറയുന്ന കാഫ്, കാൽമുട്ടിന് താഴെ, ലഘ് കൈ, അപ്പോൾ ഒരു പൊട്ടിയ സ്റ്റൂളിന്മ കയറിയിട്ടായിരുന്നു ഇങ്ങനെ ആടിയിരുന്നത്. ആര്യവേപ്പിൻ്റെ കൊമ്പ് പിടിച്ചിട്ട് പെട്ടെന്ന് അതിൻ്റെ ഒരു നെയില്, അതൊരു കീല് സാഹിലിൻ്റെ മുട്ടിന് താഴെ, പിൻഡലിമേം അതായത് കാഫിൽ കുടുങ്ങി. 1 ഇഞ്ച് ഗഹര ഗട്ട ഹോ ഗയ, അവിടെ എന്താണ്? 1 ഇഞ്ച് ആഴമുള്ള ഒരു മുറിവുണ്ടായി. ഗഡ്ഡ എന്ന് പറഞ്ഞാൽ എന്താണ്? പിറ്റുകുഴി അല്ലേ, ആഴമുള്ള ഒരു കുഴിയുണ്ടായി കാലിൻ്റെ മുട്ടിൻ്റെ താഴെ. ഇനി അടുത്തത് നോക്കൂ. ഇനി ഇതിൽ നിന്ന് 2 ചോദ്യം ചോദിക്കട്ടെ. സാഹിൽ കഹാം ചൂൽത്താദ, സാഹിൽ എവിടെയാണ് ഊഞ്ഞാൽ സ്വിങ്ങിങ് ചെയ്തിരുന്നത്, ആടിയിരുന്നത്? എവിടെയായിരുന്നു? നീംകെ പേടുക്കി ടാലിമേം അല്ലേ, നീംകെ പേടുക്കി ടാലിമേം സാഹിൽ ചൂം രഹാദ അല്ലേ. അടുത്തത് സാഹിൽ കോ കഹാം ചോട്ട് ലഗ, എവിടെയാണ് മുറിവ് പറ്റിയത്? എവിടെയാണ്? സാഹിൽ കി പിൻഡലിമേം ചോട്ട് ലഗ, സാഹിലിൻ്റെ മുട്ടിന് താഴെയാണ് മുറിവേറ്റത്. ഇനി അടുത്ത് നോക്കൂ. उसे सरकारी अस्पताल में पट्टी बांधवाने के लिए ले जाया गया. उसने देखा कि 2 लोगों की छोड़कर आगे बेला खड़ी है. सिर में पट्टी बांधवाने आई है. स्कूल आते जाते हुए और कक्षा में कई दिनों तक 2 ऐसे बच्चे दिखाई देते रहे जिनमें से एक के सिर पर पट्टी बांधी होती और एक की पिंडली में सफ़ेद पट्टी वाले. ये दोनों कहीं पर भी साथ ही दिखाई देते. उसे सरकारी अस्पताल में पट्टी बांधवाने के लिए ले जाया गया. उसे എന്ന് പറഞ്ഞാൽ അവനാരാണ്? സാഹിൽ അല്ലേ. സർക്കാരി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്, അസ്പതാൽ ഹോസ്പിറ്റൽ ആശുപത്രി, പട്ടി ബാന്ധവാനെ എന്ന് പറഞ്ഞാൽ ബാൻഡേജ് ഇടാൻ വേണ്ടിയിട്ട് അല്ലേ. സാഹിൽക്കോ സർക്കാരി अस्पताल में, സർക്കാർ ഹോസ്പിറ്റലിൽ പട്ടി ബാന്ധവാനെ കെ ലിയെ ബാൻഡേജ് ഇടുവാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. ഉസ്നെ ദേഖാക്കി, അവൻ കണ്ടു, കി എന്തെന്നാൽ ബിക്കോസ് 2 ലോഗോं को जोड़कर ആകെ 2 ആളുകളെ ഒഴിവാക്കിയ 2 ആളുകളുടെ മുന്നിലായിട്ട് ബേല നിൽക്കുന്നത് കണ്ടു. ഘടി എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ്, നിൽക്കുന്നത് കണ്ടു. സിർമേ പട്ടി ബാന്ധവാനെ ആയി ഹേ, സിർമേം തലയിൽ ബാൻഡേജ് ഇടാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. സ്കൂൾ ആത്തേ ജാത്തേ, സ്കൂളിലേക്ക് വരുന്നതിനും പോകുന്നതിനും. और कक्षा में कई दिनों तक, ക്ലാസ്സിൽ ഒരുപാട് ദിവസങ്ങളിൽ. 2 ऐसे बच्चे दिखाई देते रहे, ഈ 2 കുട്ടികളെയും കാണപ്പെട്ടു. എങ്ങനെ?
जिनमें से एक के सिर पर पट्टी बांधी होती और एक की पिंडली में ഒരാളുടെ തലയിലും മറ്റൊരാളുടെ കാലിൽമുട്ടിലുമായിട്ട് ബാൻഡേജ് ഇട്ട് കാണപ്പെട്ടു. സഫേദ് പട്ടി വാലെ യേ ദോനോ വെള്ള ബാൻഡേജ് ഇട്ട ഈ രണ്ടുപേരും കഹിം പർ ബി സാഥ് ഹി ദിഖായി ദേത്തെ രണ്ടുപേരെയും ഒരുമിച്ച് എല്ലായിടത്തും കാണപ്പെട്ടു. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കൂ. 5वीं कक्षा का रिजल्ट आ गया, दोनों चढ़ी में आ गए, वो स्कूल 5वीं तक ही था. साहिल, अब तुम कहाँ पढ़ोगे? बेला ने पूछा. अब तुम कहाँ पढ़ोगी बेला? साहिल ने पूछा. मेरे पापा कह रहे थे कि तुझे राजकीय कन्या पाठशाला में पढ़ाएंगे और तुम मुझे अगले साल अजमेर भेज देंगे. वहाँ एक हॉस्टल है, घर से दूर, वहाँ अकेला रहूँगा. क्यों साहिल? पता नहीं क्यों. तो यानी कि अब तुम फुलेरा में ही नहीं रहोगे? नहीं, तुम्हारा रिपोर्ट कार्ड दिखाना. साहिल बेला का रिपोर्ट कार्ड देख रहा था और बेला साहिल का आज आखिरी बारी में एक दूसरे की कोई चीज़ को छू कर देख रहे थे. നോക്കൂ, 5वीं कक्षा का रिजल्ट आ गया. 5ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു. दोनों चढ़ी में आ गए. രണ്ടുപേരും 6ാം ക്ലാസ്സിലേക്കായി. ഈ സ്കൂൾ 5वीं तक ही था. ഇവർ പഠിച്ചിരുന്ന ആ സ്കൂള് 5ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ. സാഹിൽ, അബ് തും കഹാം പഠോഗെ? ബേലാനെ പൂച്ച. ബേല ചോദിച്ചു, സാഹിൽ, ഇനി നീ എവിടെയാണ് പഠിക്കുക? और तुम कहाँ पढ़ोगी ബേല? സാഹിൽ പൂച്ച. അപ്പോൾ സാഹിൽ ചോദിച്ചു, നീ ഇനി എവിടെയാണ് പഠിക്കുക ബേല എന്ന് ചോദിച്ചു. मेरे पापा कह रहे थे कि मुझे तुझे രാജകീയ കന്യാ പാഠശാല में പഠാएंगे और तुम. എൻ്റെ പാപ്പ പറയുന്നുണ്ട് നിന്നെ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിലാണ് പഠിപ്പിക്കുക എന്ന്. രാജകീയ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സർക്കാരി, കന്യ എന്ന് പറഞ്ഞാൽ ഗേൾസ്. അപ്പോൾ നിന്നെ ഗവൺമെൻറ് ഗേൾസ് സ്കൂളിലാണ് പഠിപ്പിക്കുക എന്ന് എൻ്റെ പാപ്പ പറയുന്നത് കേട്ടു. മുझे അഗലെ സാൽ അജ്മേർ ഭേജ് ദേംഗെ. എന്നെ അടുത്ത വർഷം അജ്മേറിലേക്ക് പറഞ്ഞയക്കും. വഹാം ഏക് ഹോസ്റ്റൽ ഹേ. അവിടെ ഒരു ഹോസ്റ്റൽ ഉണ്ട്. घर से दूर വഹാം അകേല രഹൂങ്ക. വീട്ടിൽ നിന്ന് വളരെ അകലെയായിട്ട് അവിടെ ഒറ്റയ്ക്കാണ് ഞാൻ താമസിക്കുക. ക്യോം സാഹിൽ? എന്തുകൊണ്ടാ സാഹിൽ? പതാ നഹി ക്യോം? അറിയില്ല എന്താണെന്ന്. तो यानी कि अब तुम फुलेरा में ही नहीं रहोगे? എന്നാൽ നീ ഇനി ഫുലേരയിൽ താമസിക്കില്ലേ? നഹി, ഇല്ല. തുമാരാ റിപ്പോർട്ട് കാർഡ് ദിഖാന. നിന്റെ റിപ്പോർട്ട് കാർഡ് കാണിച്ചേ. സാഹിൽ ബേല കാ റിപ്പോർട്ട് കാർഡ് ദേഖ് രഹാ ഥാ और ബേല സാഹിൽ കാ. സാഹിൽ ബേലയുടെ റിപ്പോർട്ട് കാർഡ് നോക്കുന്നു, അതുപോലെ ബേല സാഹിലിൻ്റെയും റിപ്പോർട്ട് കാർഡ് നോക്കുന്നു. ഇന്ന് അവസാനമായി അവർ പരസ്പരം ഏതോ വസ്തുവിനെ തൊട്ടു നോക്കിക്കൊണ്ടിരുന്നു. തുമ്മാരി ആങ്കുമേ ആംസു ക്യോം ആ രഹേ ഹെ ബേല. ആംസു എന്ന് പറഞ്ഞിട്ട് കണ്ണുനീര് അല്ലേ? തുമ്മാരി ആങ്കുമേ, നിന്റെ കണ്ണിൽ നിന്ന് എന്താ കണ്ണുനീര് വരുന്നത് ബേല? സാഹിൽ ചോദിച്ചു. മുझे क्या पता? ഞാൻ എന്താ പറയുക? ബേലാനെ ടബഡ്ബായ് ആങ്കോം സെ ഹസ്തെ ഹുയെ കഹ. ബേല ടബഡ്ബായ് എന്ന് പറയുന്നത് ടു ഓവർഫ്ലോ അല്ലേ? നിറഞ്ഞ. ആങ്കോം സെ കണ്ണോടുകൂടി, ഹസ്തെ ഹുയെ കഹ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ലേ? ബേല നിറഞ്ഞ കണ്ണുകളോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് എങ്ങനെ അറിയാം? സാഹിൽ എന്ന് പറഞ്ഞു. അടുത്തത്, साहिल की आंखें बिरबहूटी की तरह लाल होने लगी थी और उनमें बारिश की बूंदों सा पानी भर गया था. बेला कहने लगी, मैं चिढ़ाऊं अब तुम्हें? रोनी सूरज साहिल, रोनी सूरज साहिल. ഇതിൻ്റെ അർത്ഥം നോക്കും. അതായത് ബേല എന്താണ് നിറഞ്ഞ കണ്ണുകളോട് കൂടിയിട്ട് പറഞ്ഞു, എനിക്ക് ഞാൻ എന്താ പറയുക അല്ലേ? നീ എന്താ അറിയുന്നതെന്ന് സാഹിൽ ചോദിച്ചപ്പോൾ എനിക്ക് എങ്ങനെ അറിയാം എന്ന് പറഞ്ഞ് അല്ലേ? നിറഞ്ഞ കണ്ണുകളോട് കൂടിയിട്ട് ചിരിച്ചുകൊണ്ട് ബേല പറഞ്ഞു. ആ സമയം സാഹിലിൻ്റെ കണ്ണിൽ നിന്ന് എന്തായിരുന്നു നോക്കൂ. സാഹിൽക്ക് ആങ്കോം, സാഹിലിൻ്റെ കണ്ണുകൾ ബീർബഹൂട്ടിക്ക് തര, ബീർബഹൂട്ടിയെ പോലെ ലാൽ ഹോനയിലേക്ക് ചുവന്നിരുന്നു. और उनमें बारिश की बूंदों सा पानी भर गया था. സാഹിലിൻ്റെ ബീർബഹൂട്ടിയെ പോലെ ചുവന്ന കണ്ണിൽ നിന്ന് ബാരിഷ് കി ബൂന്തോംസ
മഴത്തുള്ളികളെ പോലെ പാനി ഭർ ഗയാ താ, വെള്ളം നിറഞ്ഞിരുന്നു. ബേല कहने लगी, ബേല പറയാൻ തുടങ്ങി, मैं चिढ़ाऊं अब तुम्हें, ഞാൻ നിന്നെ ഇപ്പോൾ ദേഷ്യം പിടിപ്പിക്കട്ടെ. रोनी सूरज साहिल, കരയുന്ന മുഖമുള്ള സാഹിൽ എന്ന് പറഞ്ഞ് ഞാൻ നിന്നെ ഇപ്പോൾ ദേഷ്യം പിടിപ്പിക്കട്ടെ എന്ന് ബേല പറഞ്ഞു. അതായത് അവൻ്റെ ആ വിഷമം പിടിച്ച മുഖം, അത് വിഷമിക്കുന്ന മുഖം, വിഷമിക്കുന്ന ഭാവം ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബേല മനഃപൂർവ്വം ഇങ്ങനെ പറഞ്ഞത്. അടുത്ത പാരഗ്രാഫ് നോക്കൂ. बारिशम आने में 1.5 महीना बाकी था, लेकिन ये बारिशम से पहले की बारिश का एक दिन था. आसमान में घटाएं गिरी थी, धूल भरी तेज हवाएं चल रही थी, पानी बरस रहा था. फुलेरा कस्बे की बादल जाई एक गली में, 5 मील से चढ़ी में चली गई एक लड़की जा रही थी. उसके भूरे बाल बूरबहुटियों के रंग के लाल रिबन से बांधे थे. दूसरी दिशा को जाती एक गली में 5 मील से चढ़ी में गया एक 11 साल का लड़का जा रहा था. इसकी पिंडली में बुरबहुटी के रंग का सा 1 इंच लंबा चोट का निशान था. നോക്കൂ, ബാരിശം ആനമേം 1.5 മഹീന ബാക്കിത, അതായത് മഴക്കാലം വരാൻ 1.5 മാസം ബാക്കിയുണ്ടായിരുന്നു. ലേക്കിൻ എന്നാൽ യെ ബാരിശം സെ പഹലെ കി ബാരിഷ് കാ ഏക് ദിൻ ഥ, പക്ഷേ ഇത് മഴയ്ക്ക് മുമ്പ് മഴയുള്ള ഒരു ദിവസമായിരുന്നു. ആസ്മാൻമേ ഘടായം ഖിരീതി, ആസ്മാൻമേ എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ, അല്ലേ? ആകാശത്തിൽ ഘടായം എന്ന് പറഞ്ഞാൽ എന്താണ്? മേഘങ്ങൾ, അല്ലേ? ആകാശത്തിൽ മേഘങ്ങൾ നിറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ആകാശ മേഘാവൃതമായിരുന്നു. ധൂൾ ഭരി തേജ് ഹവായം, പൊടി നിറഞ്ഞ ശക്തമായ കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ഫുലേര കസ്ബെ കി ബാദൽ ജായി ഏക് ഗലി മേം 5 मील से चढ़ी में चली गई एक लड़की जा रही थी. അതായത് ഫുലേര നഗരത്തിലെ മേഘം വ്യാപിച്ചു കിടന്ന ഒരു തെരുവിൽ നിന്ന് 5 നിന്ന് 6 പ്രവേശിച്ച ഒരു പെൺകുട്ടി നടന്നു പോവുകയായിരുന്നു. ഉസ്കെ ഭൂരെ ബാൽ, അവളുടെ ബ്രൗൺ നിറത്തിലുള്ള മുടി, ബീർബഹുട്ടിയോं के रंग के लाल रिबन से बांधे थे, ബീർബഹുട്ടിയുടെ നിറമുള്ള, അതായത് റെഡ്, അല്ലേ, ചുവന്ന നിറമുള്ള ലാൽ റിബൺ കൊണ്ട് ബാന്ധേ थे, കെട്ടിയിരുന്നു. दूसरी दिशा को जाती एक गली में 5 मील से चढ़ी में गया एक 11 साल का लड़का जा रहा था. എതിർ ദിശയിലേക്ക് പോകുന്ന ഒരു തെരുവിൽ 5 നിന്ന് 6 കടന്ന 11 വയസ്സുള്ള ഒരു ആൺകുട്ടി നടന്നു പോവുകയായിരുന്നു. ഇസ്കി പിൻഡലിമേം, അതാരായിരിക്കും? സാഹിൽ, അല്ലേ? ഇസ്കി പിൻഡലിമേം, അവൻ്റെ മുട്ടിന് താഴെ, ബീർബഹൂട്ടിക്ക് രംഗ് കാസ, ബീർബഹൂട്ടിയുടെ നിറമുള്ള, ഏതാണ് നിറം? ലാൽ രംഗ്, അല്ലേ? റെഡ് കളറുള്ള 1 ഇഞ്ച് ലംബ ചോട്ട്, 1 ഇഞ്ച് നീളമുള്ള ചോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? മുറിവ്, അല്ലേ? അതിൻ്റെ ആഴത്തിൻ്റെ അടയാളം ഉണ്ടായിരുന്നു. അതായത് അവൻ്റെ സാഹിലിൻ്റെ കാലിൽ ചുവന്ന മഴക്കാലക്കീടത്തിൻ്റെ നിറം പോലെ എന്ന് പറഞ്ഞത്, ചുവന്ന മഴക്കാലക്കീടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബീർബഹൂട്ടിയുടെ, അല്ലേ? ബീർബഹൂട്ടിയുടെ നിറമുള്ള 1 ഇഞ്ച് നീളമുള്ള മുറിവിൻ്റെ പാടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അടയാളം ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ബീർബഹൂട്ടി എന്ന പാഠത്തിൻ്റെ, ഇതാണ് യുവകവി പ്രഭാതിൻ്റെ ബീർബഹൂട്ടി എന്ന പാഠത്തിൽ വിശദീകരിക്കുന്ന കഥ.